ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയൻ നന്ദുവും കൂടി വീട്ടുകാരെയും അതുപോലെ അച്ഛനെയും അമ്മയെയും എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് ആ സ്ഥലം അങ്ങ് വിടാമെന്ന് തീരുമാനിച്ച് രണ്ടുപേരും കൂടെ പൊന്മുടിയിൽ പോയി റിസോർട്ടിൽ അങ്ങ് താമസിക്കാമെന്നൊക്കെ വിചാരിച്ചങ്ങ് ചെന്നു. റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അറിയാൻ കേൾക്കില്ലാത്ത സ്ഥലമല്ലേ. നന്ദുവിനാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു പേടി, ഇനി എന്തെങ്കിലും പ്രോബ്ലം ആവുമോ. സെക്യൂരിറ്റിയുടെ സംസാരമൊന്നും അത്ര നല്ലതായിരുന്നില്ല. അയാളിനി വല്ല വശപ്പശകുവാണോ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളുമായിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ റൂമിലിരിക്കും. അപ്പോൾ അനി പറയുന്നത്, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരുമോ, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ഇതൊക്കെ പറഞ്ഞ് അനി നന്ദുവിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നന്ദുവിന് അതുകൊണ്ടൊക്കെ സമാധാനിക്കാനായിട്ട് പറ്റുന്നുമില്ല. എന്തായാലും നമ്മുടെ നന്ദു ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ഈ ഫ്രഷ് ആകുമെന്നും പറഞ്ഞാൽ നന്ദുവിൻ്റെ അരിയിൽ നിന്ന് അനി അങ്ങ് പോയി. നന്ദു ആണെങ്കിൽ റൂം ലോക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ നയനയുടെ കാര്യങ്ങൾ, ആദർശിൻ്റെ കാര്യങ്ങൾ, അനന്തപുരക്കാരുടെ കാര്യങ്ങൾ, നവീൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുവാണ്. എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പേടി, ചെയ്തത് അവിവേകമായിപ്പോയോ എന്നുള്ളൊരിത്. അങ്ങനെ അതെ നമ്മുടെ നന്ദു ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നന്ദുവിൻ്റെ മനസാക്ഷി നന്ദുവിൻ്റെ മുന്നിലേക്ക് വരുന്നു. നന്ദുവിനോട് നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറയുവാണ്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ ഉള്ള ഗ്യാസും കൂടെ അങ്ങ് പോയി. നിൻ്റെ വീട്ടുകാരെയും നിൻ്റെ ചേച്ചിയെയും ഒക്കെ പേടിപ്പിച്ചുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കൊപ്പം ഇത്രയും ദൂരം വന്ന് ഇങ്ങനെ ഒരു റിസോർട്ടിൽ റൂം എടുത്തത് പോലും ശരിയായില്ല തുടങ്ങിയ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ ഈ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുന്നു. നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നിനക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസാക്ഷി അങ്ങ് പോയി. പിന്നെ നന്ദുവിന് വല്ല സ്വസ്ഥതയുണ്ടോ. പിന്നെ നന്ദു നമ്മുടെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷൊക്കെ ആയി വന്ന് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും അനി റൂമിലേക്ക് വന്നു. അനി റൂമിലേക്ക് വന്നിട്ട് നന്ദുവിനെ വിളിച്ചു. നന്ദു ഡോറ് തുറന്നു. പുറത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ വരാൻ പറഞ്ഞു. അനി നമ്മൾ ചെയ്തത് അവിവേകമായി പോയില്ലേടാന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ഇങ്ങനെ പറയുന്നേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ, പിന്നെയും നീ ഇതിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക കേട്ടോ അനി നന്ദുവിനോട്. അല്ലടാ, എനിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. കുറച്ച് നേരം പുറത്ത് ആ തീയൊക്കെ ഒന്ന് കാഞ്ഞ് അതിന് ശേഷം വന്ന് കിടന്നുറങ്ങിക്കഴിയുമ്പോൾ എല്ലാം സെറ്റാകും. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല പുകയ്ക്കാൻ നിൽക്കണ്ട, പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് നേരെ പുറത്തേക്ക് പോവാം. നേരത്തേക്കും നന്ദുവിൻ്റെ മൈൻഡൊക്കെ കുറച്ചൊന്ന് ഒക്കെ ആയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ തീ കൂട്ടി വെച്ചിരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അതേ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്നു. അനിയോട് ചോദിച്ചു, സാർ ഇത് ഇങ്ങനെ ചെയ്താൽ പോരെ, വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാർ പറയണം കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറിന് ചോദിച്ചപ്പോൾ തൽക്കാലം ആവശ്യമൊന്നുമില്ല, താൻ പോയിക്കോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, അല്ല സാർ ഇങ്ങോട്ട് വന്നത് അവിടെ സാറിൻ്റെ അവിടെയുള്ളവരൊക്കെ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി ചോദിക്കുക. അതൊക്കെ അറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം താൻ ആരോടും പറയാൻ നിൽക്കണ്ട, അതുപോലെ എൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം താൻ ആരോടും പറയണ്ടെന്ന് അനി ആ സെക്യൂരിറ്റിയോട് പറയുന്നു. ഇല്ല സാർ, ഞാൻ പറയത്തില്ല, ഇല്ല സാറിന് എന്നെ 100% വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എന്തോ ഒരു രീതിയിലാണ് ഈ സെക്യൂരിറ്റി സംസാരിക്കുന്നത്. നന്ദുവിന് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അത്രയും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോയി. അപ്പം നന്ദു അനിയോട് പറഞ്ഞു, അയാളുടെ സംസാരമൊന്നും ശരിയല്ലല്ലോ അനി, അയാൾ അത്ര നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, അത് പിന്നെ അങ്ങനെയല്ലേ, ഒരാണും പെണ്ണും കൂടി ഇവിടെ വന്ന് റൂം എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു രീതിയിലല്ലേ അവരൊക്കെ കാണുള്ളൂ എന്നൊക്കെ നനി ചോദിക്കുക. ഏത് രീതിയിൽ കാണുന്ന കാര്യം നീ പറഞ്ഞതെന്ന് നന്ദി ചോദിച്ചു. നീ അതൊക്കെ വിട്, ഇപ്പം നമുക്ക് നമ്മുടേതായ സന്തോഷം ഉള്ള നിമിഷങ്ങളല്ലേ, അത് എന്തിനാ വെറുതെ കളയുന്നതെന്ന് അനി ഇങ്ങനെ നന്ദുവിനോട് ചോദിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദു ആണെങ്കിൽ അവിടെ ഇരുന്നു. അനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ കൊണ്ട് അനിയോട് നന്ദുവിനോട് വർത്തമാനമൊക്കെ പറഞ്ഞ്, അതുപോലെ ഇതുപോലൊരു ദിവസം നമുക്ക് കിട്ടില്ല ഇനി, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കാം. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു പ്രവർത്തികളും കാര്യങ്ങളും എല്ലാം ഇയാൾ അപ്പുറം മാറി നിന്ന് കാണുന്നുമുണ്ട്. അയാൾ എന്നിട്ട് പറയരുത്, അപ്പോൾ എല്ലാവരെയും പറ്റിച്ച് ആരോടും പറയാതെയാണ് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങോട്ട് വന്നേക്കുന്നത്, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് ആദർശിനെ വിളിക്കാൻ. അപ്പോൾ ആദർശിനെ ഒക്കെ അറിയാം, ഇവർക്ക് നേരത്തെ തൊട്ട് ഇവരിടയ്ക്കൊക്കെ വരുന്ന സ്ഥലമാണെന്ന് അനി വന്നപ്പോൾ തന്നെ നന്ദുവിനോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇയാൾക്ക് ഇവരെയൊക്കെ അറിയാം. അങ്ങനെ ഇയാൾ ഫോൺ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക്, അതായത് ആദർശിനെ വിളിക്കാനായിട്ട് നോക്കും. അപ്പോൾ ആദർശിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നു. അപ്പോൾ ഈ പാതിരാത്രി ആദർശൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇയാളുടെ കോൾ അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആദർശ് എന്തായാലും ഫോൺ എടുത്തപ്പോഴത്തേക്കും ഹലോ ഇത് ആരാന്ന് ചോദിച്ചു. സാർ ഞാനാ ഇന്ന ആളാന്ന് പറഞ്ഞു. എന്താണ് ഈ പാതിരാത്രിക്ക്
അത് പിന്നെ സാറിനോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. സാറിൻ്റെ അനിയനും ഒരു പെൺകുട്ടിയും കൂടി ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുക. അപ്പോഴത്തേക്ക് ആദർശ് ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് നയനയും പതുക്കെ കണ്ണൊക്കെ തുറന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴാണ് അവർ വന്നത്? ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആരാ? അത് പിന്നെ ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ ആ പെൺകുട്ടിയെ. മുടിയൊക്കെ മുറിച്ചൊരു ആണുങ്ങളുടെ സ്റ്റൈൽ നടക്കുന്ന ഒരു പെണ്ണാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഓ അതെ അല്ലേ, ശരി ശരി, ഞാനിനി ഈ കാര്യം വേറെ ആരോടും പറയാനായിട്ട് നിൽക്കണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാമെന്ന് ഇങ്ങനെ ഇയാളോട് പറയുന്നു ആദർശം. ശരി സാർ, ഞാൻ ആരോടും പറയില്ല സാർ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറയും, ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ കുടുംബത്തോടെ ഇങ്ങനെയാണോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് സെക്യൂരിറ്റി എന്നിട്ട് പറയുക സ്വയം. അപ്പോൾ എന്താ ആദർശേട്ടാ, എന്താ കാര്യമെന്ന് നയന ചോദിക്കുമ്പം, അവനെ നന്ദുവിനെയും കൂട്ടി പോയിരിക്കുന്നത് പൊന്മുടിക്കാം. അവിടെ നമുക്ക് പരിചയമുള്ളൊരു റിസോർട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പോകാറുള്ള റിസോർട്ടാണ്. അവിടെ അവനുള്ള റൂം എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇത് എന്താ ആദർശേട്ടാ ഈ കേൾക്കുന്നത്? നന്ദുവിനും എനിക്കും എന്താ പറ്റിയേ? അവരുടെ സമനില തെറ്റിയോ? അവർ ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ നയന ചോദിച്ചപ്പോൾ, അവളോട് നിൻ്റെ അച്ഛനും അമ്മയും അതുപോലെയാണ് സംസാരിച്ചത്. മാനസികമായിട്ട് അവൾ ഒരുപാട് തകർന്നിട്ടുണ്ടാവും എന്ന് കരുതി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അവൾക്ക് ആ റിസോർട്ട് എന്തായാലും അറിയില്ല. അവിടേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അനിക്ക് മാത്രമേ ആ ഒരു കാര്യങ്ങൾ അറിയുള്ളൂ. അതുകൊണ്ട് അനിയുടെ നിർബന്ധപ്രകാരമായിരിക്കാം ഒരു പക്ഷേ നന്ദു അവിടെ നിന്ന് പോയിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുക നമ്മുടെ ആദർശ. ഈ ഒരു പൊന്മുടി യാത്ര കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി തന്നെ, ഇനിയിപ്പോൾ എത്ര വലിയവനാണെങ്കിലും അല്ലെങ്കിൽ എത്ര കൊമ്പത്തുള്ളവനാണ് എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് വരുന്നതെങ്കിലും അവൾ അതിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. അവളുടെ മനസ്സിൽ പതിഞ്ഞു പോയ രൂപം അനിയുടേതാ. ആ അനിയല്ലാതെ മറ്റൊരാളെയും അവൾ വിവാഹം ചെയ്യില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് ആദർശ് ഇങ്ങനെ നയനയോട് പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്കത് മനസ്സിലായി ആദർശേട്ടാ. ഇനി നമ്മൾ എന്താ ചെയ്യുക? നവീനോട് നമ്മൾ എന്ത് പറയുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ ഒരു വിവാഹം നടക്കാനും സാധ്യതയില്ല. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, അത് വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നാളെ അവരിങ്ങോട്ടേക്ക് എത്തുമല്ലോ. എത്തിക്കഴിയുമ്പം എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ അവനോട് ചോദിക്കാം. അവനെന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവനൊരിക്കലും അതൊന്നും പറയാൻ പോകുന്നില്ല എന്ന് നയന. നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറയും. എന്തായാലും രണ്ടുപേരും ഒരു സ്ഥലത്തുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞല്ലോ. പിന്നെ ഈ ഒരു കാര്യം ആരോടും പറയാനും പോകണ്ട. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. നാളെ രാവിലെ നമുക്ക് പൊന്മുടിക്ക് പോയാലോ ആദർശേട്ടാന്ന് ചോദിച്ചപ്പം, എന്തിനാ, നാളെ തന്നെ അവർ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവരും കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ. രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇരിക്കുന്നിടത്തേക്ക് നയന ചെന്നു. അപ്പോൾ അതേ ഈ ഒരു വിഷമത്തോടെ ഇരിക്കുന്ന ദേവയാനിയോട് നയന ചോദിക്കുന്നത്, എന്താ അമ്മ ഇവിടെ ഇരിക്കുന്നതെന്ന്. മോളെ, നന്ദുവിൻ്റെ വിവരം വല്ലതും കിട്ടിയോ? ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഇപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാവുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായ അമ്മയെന്ന് നയന പറഞ്ഞു. എന്താ മോളെ, എന്താ കാര്യം? അത് പിന്നെ ആ നന്ദുവും അനിയും പൊന്മുടിയിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദർശമുണ്ട്. പൊന്മുടിയിലോ? അവിടെ എന്താ? അതെ അമ്മേ, നമ്മളാ പോവാറുള്ള ആ റിസോർട്ടില്ലേ, അവിടുത്തെ സെക്യൂരിറ്റി എന്നെ വിളിച്ചായിരുന്നു. അയാളെന്നെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും അവിടെ ചെന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സാഹസം എന്തിനാ മോനെ അവർ കാണിക്കുന്നത്? അത് പിന്നെ നന്ദുവിനെ ഒരുപാട് പ്രഷർ ചെലുത്തിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരുപാട് വഴക്ക് പറഞ്ഞായിരുന്നല്ലോ അച്ഛനും അമ്മയും. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും നന്ദു കാണിച്ചത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും എനിക്കൊപ്പം നന്ദു പൊന്മുടിയിൽ പോയി റൂം എടുത്തിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അതൊരിക്കലും അംഗീകരിക്കാനും പറ്റുന്ന ഒരു കാര്യമല്ല. അതവർ കാണിച്ചത് കുറച്ച് കടന്നു കൈയായി പോയി. ഇതൊക്കെ ഇപ്പോൾ ജാനകിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഊഹിച്ചെടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കാം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? അവർ രണ്ടുപേരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ രീതിക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മറ്റാർക്കും അവരെ തടുക്കാനും കഴിയുന്നില്ല, അവരുടെ മനസ്സിൽ നിന്ന് അവരെ പറിച്ചെറിയാനും കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ദേവയാനിയോട് ആദർശ് ഇങ്ങനെ പറയുന്നു. എന്തായാലും ഇത് വലിയൊരു ഭൂകമ്പത്തിൽ ചെന്ന് അവസാനിക്കുള്ളൂ എന്ന കാര്യം ദേവയാനി പറയുകയും ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദു ആണെങ്കിൽ രാവിലെ റെഡിയായി പോരാനായിട്ട് ധൃതിപ്പെട്ടിങ്ങനെ ഇറങ്ങും. അപ്പം നന്ദു ആണെങ്കിൽ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും അനി ഇതുവരെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ പോകാൻ പോലും താല്പര്യമില്ല. അപ്പം നന്ദു ഇങ്ങനെ ഇറങ്ങി വന്നു. നന്ദു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സെക്യൂരിറ്റി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ഹലോ മേഡം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വിളിച്ചു. അപ്പം നന്ദു ഇങ്ങനെ നോക്കുക, എന്താടോ? അത് പിന്നെ മേഡം ഇത്ര രാവിലെ തന്നെ റെഡിയായോ? അപ്പോൾ ഇയാളുടെ ഈ ഒരു വശപ്പച്ചക്ക് സംസാരമൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് ചെറിയൊരു പേടി. ദൈവമേ, ഇയാളിനി എന്തെങ്കിലും ഉലുമാല എവിടെയെങ്കിലും ഒപ്പിക്കുമോ എന്നുള്ളൊരിത്.
ആ സമയത്ത് മാഡം സാർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എഴുന്നേറ്റില്ലേ? അതെന്താ? അല്ല, ഇന്നലെ രാത്രി നിങ്ങൾ കിടക്കാൻ ഒരുപാട് താമസിച്ചതാണല്ലോ എന്നൊക്കെ ഇയാൾ പറഞ്ഞപ്പം അതിനെന്താടോ, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടൽ ഇച്ചിരി കൂടുതലാണല്ലോ എന്ന് നമ്മുടെ നന്ദു. ഇല്ല മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. താൻ എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും ഞാനൊരു SI കൂടുതൽ താൻ ആൾ കളിച്ചാലേ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇയാളെ പേടിപ്പിക്കും. അപ്പോൾ നന്ദു SI ആണെന്ന് കേട്ടപ്പോൾ ഇയാൾക്കൊരു പേടി. ഇയാൾ പിന്നെ അല്ല സാറ് എഴുന്നേറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ പോകണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടേ, അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഞാൻ അനിയൊന്ന് എഴുന്നേൽപ്പിക്കട്ടെ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അനി നേരെ അനിയുടെ റൂമിലേക്ക് നേരെ നന്ദു ചെല്ലുന്നു. അനി നല്ല ഉറക്കം. നീ എന്തോ കാണിക്കുന്നൊക്കെ, എഴുന്നേക്കടാ പോകണ്ടേ നമുക്കൊന്നും ചോദിച്ചുകൊണ്ട് നന്ദു എഴുന്നേൽപ്പിക്കുക. അങ്ങനത്തെ നമ്മുടെ അനി എഴുന്നേറ്റു. നമുക്കിപ്പോൾ പോകണോടി, ഇപ്പം പോവണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് ഉറക്കപ്പിച്ചിൽ കിടന്ന് ഓരോന്ന് പറയുന്നു. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ, നിന്നോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി, നീ വന്നേ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അനിയെ പൊക്കി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നു അനി. നന്ദു അത് കഴിഞ്ഞതിന് ശേഷം അവർ അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ഫുഡൊന്നും വേണ്ട, ഞങ്ങൾ പോണ വഴിക്ക് കഴിച്ചോളാവെന്നും പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഇവർ സ്വന്തം സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് നയനയും അനിയെ വിടുവോ? അനിയൊന്ന് അവിടെ നിന്ന്, അനി വീട്ടിലേക്ക് ഒന്ന് കയറി. പനിയൊന്നും അവിടെ നിന്നേ. അനി നിന്നു. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നീ എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ അവരുടെ കൂടെ. നീ കിടന്ന് ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട. നീ ഇന്നലെ പൊന്മുടിക്ക് പോയതും അവിടെ റൂം എടുത്തതും ഒക്കെ ഞാൻ അറിഞ്ഞു. പൊന്മുടിക്ക് പോയതും ഞാനോ? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? നീ കിടന്ന് ഉരുളല്ലേ? അത് പിന്നെ ഏട്ടൻ നീ എന്തിനാടാ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇത്രയും ദൂരം നന്ദുവിനെയും കൊണ്ടൊക്കെ പോകുകയെന്ന് വെച്ചാൽ അതിൽ എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന് നിനക്ക് അറിയാവുമെന്ന് ചോദിക്കാം. എന്ത് റിസ്ക്? ഒരു റിസ്ക്കും ഇല്ല. പിന്നെ അവളുടെ വീട്ടിൽ നവീൻ്റെ ആലോചന വന്ന കാര്യമൊക്കെ ഏട്ടനും ഏട്ടത്തി അറിഞ്ഞു കാണുമല്ലോ. അതിൻ്റെ പേരിൽ അവൾ ഒരുപാട് വീട്ടുകാർ കിടന്ന് വിളിക്കുകയായിരുന്നു. മാത്രമല്ല അന്ന് എൻഗേജ്മെൻറ്റ് മുടക്കിയതിൻ്റെ പേരിൽ അവളുടെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് ശാസിക്കുകയും ചെയ്തു. അതിൻ്റെ പുറകെയാണ് നവീൻ്റെ ആലോചനയും കാര്യങ്ങളൊക്കെ ചെന്നത്. അപ്പോൾ അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ മകളാണ് അവൾ. അതിനിടയിൽ നീ എന്തിനാ കയറാൻ ചെന്നതെന്നൊക്കെ ചോദിക്കുക. അതിൻ്റെ ഇടയിൽ നീ എന്തിനാ അവളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പോണത്, അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ വിവാഹത്തിന് ആരും സമ്മതിക്കാൻ പോകുന്നില്ല, പിന്നെ നീ എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് അനിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ എനിക്കൊന്നും പറയാനില്ല, നിനക്കൊന്നും പറയാനുണ്ടാവില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. ഈ ഒരു സമയത്ത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ ഇതുപോലുള്ള പരിപാടികൾ ഒപ്പിക്കാനുള്ള ഭാവം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു ആദർശ്. ഇല്ലേട്ടാ, ഞാൻ അങ്ങനെയൊന്നും നീ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് നീ ചെയ്യുന്നത് മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അന്നേരം ഈ വീട്ടിൽ നിങ്ങൾ ഇന്നലെ പോയ കാര്യങ്ങൾ ഇവിടെയുള്ളവർ അറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നിശ്ചയമുണ്ടോ എന്ന് നമ്മുടെ നയന ചോദിക്കുമ്പം ഏട്ടത്തി അവൾക്കൊരു മാറ്റം ആയിക്കോട്ടെ, അവളുടെ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ അനിയെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവർ എനിക്കാണെങ്കിൽ അവസാനമായിട്ട് താക്കിയതൊക്കെ കൊടുത്തിങ്ങനെ അനിയെ പറഞ്ഞു വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് അവൻ പറഞ്ഞതെന്ന് ആദർശ് നയനയോട് ചോദിക്കുമ്പോൾ അവർ തമ്മിൽ അത്രയ്ക്ക് അടുത്ത് പോയി ആദർശേട്ടാ, ഇനി അവരെ തമ്മിൽ അകറ്റാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ നന്ദു വീട്ടിലേക്ക് ചെന്നു. നന്ദു അനിയുടെ ഒപ്പം പോയതാണെന്നുള്ള കാര്യം അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അപ്പോൾ നന്ദുവിനോട് വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മോളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ അച്ഛനും ഒക്കെ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നവീൻ വിളിച്ചു നന്ദുവിനെ കാണണമെന്നും പറഞ്ഞു. നവീൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നന്ദു എന്നും പറഞ്ഞു ഫോണൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ നവീൻ്റെ കാര്യം ഇവർ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്ദു ആണെങ്കിൽ നവീനായിട്ട് എന്നെ വിളിച്ചെനിക്ക് കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അതും പറഞ്ഞ് നവീനെ കാണാനായിട്ട് നന്ദു ചെല്ലുന്നു. അപ്പോൾ നവീൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നന്ദുവിനെ. അപ്പോൾ ഈ നന്ദുവിനെ കണ്ടപ്പോഴത്തേക്കും എന്നെ കുറേ കുരങ്ങ് കളിപ്പിച്ചതല്ലേ, രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല, ശരിക്കൊന്ന് ടെൻഷൻ അടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ നന്ദുവിനെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുക കേട്ടോ. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നവീൻ ഇതിന് കല്യാണക്കാരും എടുത്തിട്ടത്. അതെ, അച്ഛൻ വരാറായി, ഇനിയിപ്പം പെട്ടെന്ന് തന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആക്കണം, വീട്ടിൽ നിന്നുള്ളവരെ
നന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും, അവരുമായിട്ട് സംസാരിച്ച് ഡേറ്റ് എടുക്കട്ടെ, നന്ദുവിന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നവീൻ ഇങ്ങനെ അനിയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദുവിന് ആകെ ഇതായി. ഇപ്പം നന്ദു എന്തെങ്കിലും ഒന്ന് പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് നവീൻ ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ നന്ദു ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഇതെന്തായിരിക്കും ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ നവീൻ നിൽക്കാം. എന്നിട്ട് നന്ദുവിൻ്റെ മനസ്സിൽ കുറേ തീയൊക്കെ കോരിയിട്ട് നവീൻ അങ്ങനെ പോകുന്നു. മൊത്തത്തിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന നമ്മുടെ നന്ദു. എന്തായാലും ഇവരുടെ ഈ ഒളിച്ചോട്ടം കൊണ്ട് മൊത്തത്തിലെല്ലാം ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നവീൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കണേ. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി അനി നന്ദു ബന്ധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും നവീൻ എങ്ങനെയൊക്കെയാണ് ഇവരെ വട്ടം ചുറ്റിക്കാൻ പോകുന്നതെന്നൊക്കെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ടാറ്റാ.